ഷാർജ യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പിൻ്റെ 14ാമത് വാർഷിക കൺവെൻഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഷാർജ യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള 14ാമത് വാർഷിക കൺവെൻഷനിൽ ദൈവവചന കേൾവിക്കായി ഒരുക്കത്തോടെ കടന്നുവന്ന വിശ്വാസ സമൂഹത്തിന് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കഴിഞ്ഞ 24 വർഷങ്ങളായി വിവിധ സഭകളിൽപ്പെട്ട ദൈവമക്കൾക്ക് കൂടി വന്ന് ആരാധിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ആത്മീയ വളർച്ച പ്രാപിക്കുവാനും ഈ കൂട്ടായ്മയെ ദൈവം ഉപയോഗിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവല്ല നവജോദയം മിഷൻസ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോർജ് ചെറിയാനിലൂടെ ഈ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങളിൽ നമുക്ക് നൽകപ്പെട്ട ദൈവവചനത്തിനായി കാതോർക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൂടി വരുവാനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ എഴുന്നള്ളും എന്ന് കർത്താവിനൊരു വാഗ്ദത്തം ഉണ്ടല്ലോ. ഇന്ന് ഈ രാത്രിയിലെ ആ വാഗ്ദത്തത്തിൻ്റെ മറവിൽ നമ്മൾ കടന്നു വന്നു. അതിന് ദൈവ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസമാണല്ലോ, അതിൻ്റെ പ്രാരംഭ സമയമാണല്ലോ. നമുക്ക് കടന്നു വന്ന ദൈവമക്കൾക്ക് എല്ലാവരും ഹൃദയം തുറന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കാം. നമ്മളെ ഒരുക്കണമേ കർത്താവേ, കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ ഒരുക്കണമേ, ശുശ്രൂഷിക്കുന്ന ദൈവമക്കളെ ഒരുക്കണമേ. ഒരുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കാം. കൺവെൻഷൻ്റെ പ്രാരംഭ യോഗത്തിൽ അദൃശ്യനായ കർത്താവിൻ്റെ കരം ഹൃദയത്തിൽ കൂടെ കാണുവാൻ തക്കവണ്ണം യേശു എന്നെ സ്പർശിച്ചു, യേശു എന്നെ തൊട്ടു എന്ന മനഃപൂർവ്വമായ സാക്ഷ്യങ്ങൾ ഈ കൺവെൻഷൻ കൂട്ടായ്മകൾ ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വാഗ്ദത്തിൽ വിശ്വസ്തനും വാക്കുമാറാത്തനുമായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ രാത്രിയുടെ ശാന്തതയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യാം. ഇത് പ്രഭാതം മുതൽ സന്ധ്യ വരെ നീ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ കർത്താവേ. ജീവിതത്തിൻ്റെ ആയുസ്സിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം മാത്രമല്ല, ആയുസ്സിൻ്റെ ഇത്രത്തോളം നീ ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ ഓർക്കുക. ദൈവമക്കൾ നിൻ്റെ ശബ്ദം കേട്ട് ഓടി നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുക. ഇന്ന് രാത്രി കർത്താവേ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് നീ ഇടപെടുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടുമ്പോൾ, തിരുവചനം കേൾക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവേ, തിരുവചനം കേൾക്കുമ്പോൾ, നിന്റെ വാചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരിപ്പാൻ തക്കണം, ഉള്ളത്തിൽ തീ ഉണ്ടാകുവാൻ തക്കണം കർത്താവേ, നമ്മുടെ ധ്യാനത്തിനൊക്കെ ചൂടുപിടിപ്പിക്കാൻ തക്കണം, ഹൃദയത്തിന് തീ കത്തുവാൻ തക്കണം. ഈ രാത്രി സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ. ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ തന്നെ ആകുന്നു, ബലഹീനരാകുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസം മാത്രമുള്ള ആയുസ്സും ഞങ്ങൾ ലംഘനങ്ങൾ അകൃത്യങ്ങൾ കൂടെ കടന്നു വന്നത്, എങ്കിലും ഞങ്ങളെ കഴി ശുദ്ധീകരിപ്പാൻ തക്കണം. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം ഞങ്ങൾക്കുള്ളുണ്ട്. സ്തോത്രം ചെയ്യുക. വീണ്ടും ഞങ്ങൾ കാക്ഷിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ഈ കൺവെൻഷൻ്റെ 3 യോഗങ്ങളിലും അനുഗ്രഹത്തിൻ്റെ മാരി അയക്കണം കർത്താവേ. ഉൽപ്പത്തിയുടെ ആദ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ വെള്ളത്തിന്മേലെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഇടയിൽ പരിവർത്തിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശരീരങ്ങളെ കഴുതണം, ഹൃദയത്തെ കർത്താവ് വെടിപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട് മടങ്ങിപ്പോകാൻ തക്കണം. ഇന്ന് കടന്നു വന്ന ഏറെ അനുഗ്രഹമായി എന്ന് മനഃപൂർവ്വമായിട്ട് സാക്ഷ്യത്തോടെ മടങ്ങിപ്പോകാൻ ദൈവമക്കളെ ഒരുക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കട ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. പാട്ട് പാടുന്നവരെ കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പാടുവാനുള്ള കൃപ കൊടുക്കണം കർത്താവേ. ബുദ്ധി കൊണ്ടല്ല, ആത്മാവിൽ പാടുവാൻ തക്കണം കൃപയുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവസന്നിധിയിൽ പാടുകയാണെന്നും കർത്താവേ, കോരപുത്രന്മാർ ദൈവസന്നിധിയിൽ നിന്ന് പാടിയതുപോലെ കർത്താവേ, ദൈവത്തിന് വേണ്ടി കർത്താവേ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രിയമക്കളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ തക്കണം പാട്ടുകൾ എത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജ്ഞാനത്തിൻ്റെ വാക്കുകളല്ല കർത്താവേ, ദൈവത്തിൻ്റെ ശക്തി കർത്താവേ ഇന്ന് രാത്രികാലം വെളിപ്പെടുവാൻ തക്കണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവഭക്തിയോടുകൂടി കർത്താവേ, പരിശുദ്ധാത്മാവോടുകൂടി ബഹുനിശ്ചയത്തോടെ വചനം ഞങ്ങളുടെ മധ്യേ വിളമ്പി തരുവാൻ തക്കണം, ഞങ്ങളെ വാരി വിതറുവാൻ തക്കണം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ തക്കണം കർത്താവേ. പ്രവൃത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവ് വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിലെ കുത്തുകൊള്ളുവാൻ തക്കണം. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി കർത്താവേ പുതിയ വഴി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം സംസാരിക്കാൻ നാസനെ നീ അധികാരപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം നിൻ്റെ മകൻ്റെ കയ്യിലെ കൽപ്പിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന് നിലയ്ക്കൊത്തോണം കർത്താവ് വിഭാഗിച്ചിരുവാൻ തക്കണം സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കടന്ന ദൈവദിനത്തിനായിട്ട് സ്തോത്രം. കടന്നു വരുന്നുണ്ടിരിക്കുന്നവർക്കായിട്ട് സ്തോത്രം കർത്താവേ. ഈ ഹോളിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാ സജ്ജീകരണങ്ങളെയും ക്രമീകരണങ്ങളെയും ഇൻസ്ട്രുമെൻസിനെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെ മേലും കർത്താവെ നിന്റെ കരം വെച്ച് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളൊന്നും അനുഗ്രഹിക്കപ്പെടാതെ തരില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും നിന്റെ കൃപയാൽ സൂക്ഷിക്കുമാറാകണം കർത്താവെ. മാനം എടുക്കണം, കൃപ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം കർത്താവെ. കൃപയാൽ സൂക്ഷിച്ചാട്ട് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പരമപിതാവേ. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 14ാമത് വാർഷിക കൺവെൻഷനിൽ പ്രാർത്ഥനയോടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 180ാമത്തെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവന് സ്തോത്രം ചെയ്യുവിൻ. ദൈവത്തിൻ്റെ മഹിമ, കർത്താവിൻ്റെ ശ്രേഷ്ഠത എത്ര എന്ന നാവിനാൽ വർണ്ണ്യമല്ല. എന്നാൽ ഇന്ന് രാത്രി ഇതിൻ്റെ ആഴങ്ങൾ ദർശിക്കുവാൻ പരിശുദ്ധാത്മാവ് ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവൻ്റെ നാമത്തെ പാടി പുകഴ്ത്തി കർത്താവിൻ്റെ മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുവാൻ ഇടയാകട്ടെ. ഇന്നലകളിൽ നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ കൃപകൾ ഓർത്ത് സകല മഹത്വവും ബഹുമാനവും യേശു കർത്താവിൻ്റെ പാതാരബന്ധങ്ങളിൽ അർപ്പണം ചെയ്തുകൊണ്ട് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം, പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളെ ചേർത്തു മാർവണിച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളെ ചേർത്തു മാർവണിച്ച സ്നേഹം നിത്യം പാടും. യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വെച്ചു ജീവപാത എങ്ങുമോടും ഞാൻ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വെച്ചു ജീവപാത എങ്ങുമോടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി
ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. വേഗം പേരിയെല്ലാം ഒന്ന് ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. വേഗം പേരിയെല്ലാം ഒന്ന് ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. ശോധനയിലും താഴ്വീണു പോകാതെ, യോർദാൻ സമമന ശോധനയിലും താഴ്വീണു പോകാതെ, ആത്മജയധ്വനിയോട് കാത്തുപാലിക്കും സ്നേഹമാശ്ചര്യം. ആത്മജയധ്വനിയോട് കാത്തുപാലിക്കും സ്നേഹമാശ്ചര്യം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. 34-ാം സങ്കീർത്തനത്തിൽ ഓർമ്മിപ്പിക്കുന്നു, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഇന്ന് രാത്രി നമ്മുടെ സങ്കേതവും ബലവുമായിരിക്കുന്ന കർത്താവിന് അനുദിന ഭാരങ്ങൾ ഏറി വരുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുവാൻ അരികിലെത്തുന്ന നല്ല കർത്താവിന് വീണ്ടും സ്തുതിഗീതം പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്ന മനുവേല. പാടി പുകഴ്ത്തിടും നിൻ മനുവേലനെ അടിച്ചുകൊണ്ട് മണവാളനെ സ്തുതിഗീതം പാടി പുകഴ്ത്തിടും നിൻ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ബലമുള്ള ഗോപുരം ആപത്തിൽ സങ്കേതം, അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോ ബലമുള്ള ഗോപുരം ആപത്തിൽ സങ്കേതം. അവന്റെ ചാരെ ഓടിയണഞ്ഞവൻ ആശ്വാസമനുദിനവും, അവന്റെ ചാരെ ഓടിയണഞ്ഞവൻ ആശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടും മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടും മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അകറ്റിയ നശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. അകറ്റിയ നശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. ആദിവ്യ തേജസ്സിൻ അഭിഷേകത്താൽ ജയത്തോടെ നടത്തിടുന്നു. ആദിവ്യ തേജസ്സിൻ അഭിഷേകത്താൽ
അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു, അനവധി നന്മകൾ അളവെന്നിൽ തരുന്നു. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു, അനവധി നന്മകൾ അളവെന്നിൽ തരുന്നു. അവനുപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനല്ലോ. അവനുപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനല്ലോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ അനുവേലനെ, സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ അനുവേലനെ, സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. എതിരുകൾ വളരെ സഖികളിലധികം, വഴിയതിദൂരം ബഹുവിധ തടസ്സം. എതിരുകൾ വളരെ സഖികളിലധികം, വഴിയതിദൂരം ബഹുവിധ തടസ്സം. പരിഭ്രമിക്കുന്നില്ല മന്നവനേശു എന്നഭയം. പരിഭ്രമിക്കുന്നില്ല മന്നവനേശു എന്നഭയം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ അനുവേലനെ, സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ അനുവേലനെ, സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിൽ എന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിൽ എന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ അനുവേലനെ, സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ അനുവേലനെ, സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോൻ, ബലമുള്ള ഗോപുരം അവത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോൻ, ബലമുള്ള ഗോപുരം അവത്തിൽ സങ്കേതം. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്ക് ആശ്വാസമനുദിനവും. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്ക് ആശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ അനുവേലനെ, സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ അനുവേലനെ, സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അകത്യങ്ങളകറ്റിയ നശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. അകത്യങ്ങളകറ്റിയ നശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. ആ ദിവ്യ തേജസ്സിന്റെ അഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിടുന്നു. ആ ദിവ്യ തേജസ്സിന്റെ അഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിടുന്നു.
പ്രൈസ് ദി ലോർഡ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പിൻ്റെ 14ാമത് വാർഷിക കൺവെൻഷനിലേക്ക് കടന്നു വന്ന ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. ഒരു കൂട്ടായ്മയായി നിലനിന്ന കഴിഞ്ഞുപോയ 24 വർഷങ്ങൾ, 14ാമത് വാർഷിക കൺവെൻഷൻ, ജൂബിലി വർഷത്തിലേക്ക് പദമൂന്നിയിരിക്കുന്ന നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പറയാനൊന്നേ ഉള്ളൂ: ആരാധിക്കാൻ ഞങ്ങൾക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാൻ ഞങ്ങൾക്കേറെ കാരണങ്ങളുണ്ട്. ഞങ്ങളെ നടത്തിയതും ഞങ്ങളെ കരുതിയതും ഇന്നുവരെയും നിലനിർത്തിയതും ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ പറയാനായിട്ടൊന്നുമില്ല. 24 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസത്തിലേക്ക് വന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, മലങ്കരയിലുണ്ടായ ആത്മീയ ഉണർവിൽ പുതുജീവൻ പ്രാപിച്ച മാതാപിതാക്കളുടെ വാഗ്ദത്ത സന്തതികൾ, കർത്തൃദാസന്മാർ വാരിയെറിഞ്ഞ വചനത്തിൻ്റെ വിത്തുകൾ തങ്ങളുടെ കണ്ണുനീരിൽ കുതിർന്ന ഹൃദയത്തിൽ വേരുപിടിച്ചപ്പോൾ കാൽവറി ക്രൂശ് അവർക്ക് അത്താണിയായി. അവർക്ക് വാഗ്ദത്ത സന്തതികളെ ലഭിച്ചു. അവർ ഈ പ്രവാസ ഭൂമിയിലേക്ക് കടന്നു വന്നു. രാത്രിയുടെ യാമങ്ങളിൽ മാതാപിതാക്കളുടെ കണ്ണുനീർ വീണ് നനഞ്ഞ അവരുടെ മനസ്സുകളിൽ അന്ന് വിതച്ച വചനത്തിൻ്റെ വിത്ത് മുളയ്ക്കുവാൻ പാകമായി എവിടെയോ വിതുമ്പി. അവർക്ക് തങ്ങളുടെ കിന്നരങ്ങളെ അലരി വൃക്ഷങ്ങളിന്മേൽ തൂക്കിയിടാനായില്ല. അവരൊരുമിച്ചുകൂടി ഒരു മുറിയിൽ ജാതിയുടെയോ സഭയുടെയോ അതിർവരമ്പുകളോ വേലിക്കെട്ടുകളോ ഇല്ലാതെ ഒരു മുറിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് അവരൊരുമിച്ച് പാടി: നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ചരിത്രം 24 വർഷങ്ങൾ. ഞാൻ മുഖവര കൂടാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് റവറൻ ജേക്കബ് ജോൺ മുല്ലക്കൽ അച്ഛനാണ്. ഷാർജ CSI ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ കഴിഞ്ഞ നാളുകളിൽ കൂട്ടായ്മയോട് കാണിച്ച സ്നേഹം, ഞങ്ങൾക്ക് നന്നതായ കൈത്താങ്ങലുകൾ, ഉപദേശങ്ങൾ, നേതൃത്വം വളരെ നന്ദിയോടെ മാത്രമേ സ്മരിക്കാനായിട്ട് കഴിയൂ. പ്രത്യേകിച്ച് CSI ഇടവകയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതായ സഹകരണങ്ങൾ അച്ഛനെ വളരെ സന്തോഷത്തോടെ, വളരെ ആദരവോടെ, വളരെ സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക്, കൂട്ടായ്മയിലേക്ക്, കൺവെൻഷനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ വളരെ സന്തോഷത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ആശംസിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ജോഷി M. ജേക്കബ് അച്ഛനാണ്. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ദുബായ് വികാരി. അച്ഛനെ കടന്നു വരേണ്ടതായിട്ടുണ്ട്. അച്ഛനെ വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീണ്ടും NM ആൽബർട്ട് അച്ഛൻ, സെൻറ് തോമസ് ചർച്ച് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഷാർജ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന അച്ഛന് മറ്റൊരു അസൗകര്യമുള്ളതുകൊണ്ട് ഇന്ന് എത്തിച്ചേരാൻ കഴിയില്ല. എന്നാലും അച്ഛൻ്റെ അഭാവത്തിൽ അച്ഛനെ ഈ കൺവെൻഷനിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വാഗതം ആശംസിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ബ്രദർ ജോർജ് ചെറിയാൻ, ഞങ്ങളുടെ ബാബുച്ചായനാണ്. ഇന്നത്തെ ഈ കൺവെൻഷൻ്റെ മുഖ്യ പ്രാസംഗികൻ പ്രിയപ്പെട്ട ബാബുച്ചായനെയാണ് എനിക്ക് സ്വാഗതം ആശംസിക്കാനായിട്ടുള്ളത്. 1944 യശശരീരനായ ആദരണീയനായ KV ചെറിയാൻ എന്ന മഹൽ വ്യക്തിയുടെ മകൻ, ദൈവവിളി കേട്ട മഹൽ വ്യക്തി ആദരണീയനായ KV ചെറിയാൻ 1984 അതേ ദൈവശബ്ദം അദ്ദേഹത്തിൻ്റെ മകനും കേട്ടു. 1984 1987 ആ വിളിക്ക് അദ്ദേഹം മറുപടി നൽകി. സുവിശേഷത്തിൻ്റെ വയൽ പ്രദേശത്തേക്ക് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു. തനിക്ക് എന്തൊക്കെ ലാഭമായിരുന്നോ അത് മുഴുവൻ ഛേദമെന്നെണ്ണി ക്രിസ്തു നിമിത്തം. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയിലും നേപ്പാളിലുമായിട്ട് 560-ലധികം മിഷണറിമാർ, പറയാൻ മറ്റ് പല കണക്കുകൾ. എന്നാൽ ഞങ്ങൾക്ക് ബാബുച്ചാനോട് ഒരു കുടുംബത്തിലെ അംഗത്തെ എന്ന പോലെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക്, കൺവെൻഷനിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല പ്രാവശ്യങ്ങൾ കൺവെൻഷനെ വരികയും വചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തത് ഈ തരുണത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. എന്നാൽ മിഷൻസ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കൂട്ടായ്മ എന്ന നിലയിൽ ഒരു കുടുംബത്തിലെ അംഗത്തെ എന്ന പോലെ, ഞങ്ങളുടെ മൂത്ത സഹോദരനെ പോലെ പ്രിയപ്പെട്ട ബാബുച്ചായനെ ഈ കൺവെൻഷനിലേക്ക് കർത്തൃനാമത്തിൽ വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയ സഹധർമ്മിണി സുമചേച്ചി ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. സുമചേച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ബാബുച്ചാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന DL മോഡിയെക്കുറിച്ച് ഓർക്കും. DL മോഡിയുടെ ഭാര്യയാണ് എമ്മ.
എമ്മയെക്കുറിച്ച് എത്ര പുസ്തകങ്ങൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എമ്മയെക്കുറിച്ച് എനിക്ക് ഓർക്കാനുള്ളത് D.L. മൂഡിയുടെ ഒരൊറ്റ പ്രസംഗത്തിന് പോലും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ പണമുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് യാത്ര മുടങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങുകൾക്കും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓപ്പൺ ഹൗസിൽ പോകാൻ ചിലപ്പോൾ D.L. മൂഡിക്ക് പറ്റിയിട്ടില്ല, D.L. മൂഡി അറിഞ്ഞിട്ടില്ല. ഞാനെപ്പോഴും ശ്രമിച്ചേച്ചി ഓർക്കും, D.L. മൂഡി ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഭാര്യയോട് പറയുമായിരുന്നു, എമ്മയോട് പറയുമായിരുന്നു, എമ്മ നീ എൻ്റെ ജീവിതത്തിൻ്റെ ബാലൻസ് വീലാണ്. ഇത് എത്ര പ്രാവശ്യം ഭാവിച്ചായൻ സുമച്ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, സുമച്ചേച്ചിയെ ഭാവിച്ചായന് കൂട്ടായി കൊടുത്തത് കൊണ്ട്, സുമച്ചേച്ചിയെ ഭാവിച്ചായന് തുണയായി കൊടുത്തത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആദരവോടെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മറ്റ് കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബേകുട്ടിച്ചായൻ, റാസൽ കൈമിൽ നിന്നുള്ള കുഞ്ഞുവൻ ചായൻ, അങ്ങനെ ധാരാളം കർത്തൃദാസന്മാർ ഇപ്പോൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റവാക്കിൽ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അനുഗ്രഹീത സുവിശേഷ പ്രാസംഗികൻ ബ്രദർ സാബു പുല്ലാട് ഇപ്പോൾ ഈ കൺവെൻഷനിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബ്രദർ സാബു പുല്ലാടിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വാഗതം ആശംസിക്കാനുള്ളത് പ്രിയ ഗായക സംഘത്തിനാണ്. ബ്രദർ സിബി മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം, പ്രത്യേകിച്ച് പ്രിൻസ് ജോസഫ്. കഴിഞ്ഞ അനേക വർഷങ്ങൾ ഈ കൂട്ടായ്മയുടെ കൺവെൻഷൻ്റെ കാസറ്റ് റെക്കോർഡിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചത് പ്രിൻസ് ജോസഫാണ്. ഈ പ്രാവശ്യവും ഞങ്ങളുടെ കാസറ്റിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിക്കുകയും ഇപ്പോൾ ഗാനശുശ്രൂഷയ്ക്ക് ഓർക്കസ്ട്രേഷന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന പ്രിൻസ് ജോസഫിനെ വളരെ സന്തോഷത്തോടെ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന ഓരോരുത്തരെയായിട്ട് പേര് പറഞ്ഞ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിവിധ സഭകളിൽ പങ്കെടുക്കുന്ന വിവിധ സഭാ വിഭാഗങ്ങളിലുള്ള ധാരാളം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന കൺവെൻഷനാണല്ലോ. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഇപ്പോൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ടും CD പ്രകാശനം നിർവഹിക്കുന്നതിനായിട്ടും ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺ മൂലക്കലച്ചനെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കൃപകൾ അനുഭവിപ്പാനും ദൈവത്തിൻ്റെ കരുതൽ ആശ്രയിപ്പാനും ദൈവം നമ്മെ ഒരുക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഷാർജ യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പിൻ്റെ 14ാമത് കൺവെൻഷനിൽ സംബന്ധിപ്പാൻ ദൈവം നമ്മെ ഈ വർഷം അനുവദിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യത്ത് അനവധി പ്രതിസന്ധികളുടെ നടുവിൽ ജീവിച്ച് ദൈവകൃപ അനുഭവിപ്പാനും ദൈവത്തിൻ്റെ വലിയ കൃപയിൽ തന്നെ ശരണപ്പെട്ട് ദിനംതോറും ജീവിപ്പാനും സമർപ്പിക്കപ്പെടുവാനും കർത്താവിൻ്റെ മഹത്വരമായ വേലയിൽ പങ്കാളികളായിത്തീരുന്നതിനും ആത്മീയമായി തമ്മിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെയുള്ള മഹത്വരമായ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ ദൈവം കഴിഞ്ഞ 14 വർഷക്കാലം അനുവദിച്ചതായുള്ള കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നടത്തിയതായുള്ള വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വചനം എത്ര മഹത്തരമാകുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞതായ ഒരു കൂട്ടമാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എന്ന് ആമുഖ പ്രസംഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലായല്ലോ. പിതാക്കന്മാരനുഭവിച്ചതായിട്ടുള്ള ആത്മീയ സൗഖ്യത്തിൻ്റെയും ആത്മാവിൻ്റെ ശക്തിയുടെയും ഒരു ഓഹരി അനുഭവിപ്പാൻ ഭാഗ്യം ലഭിച്ചതായ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഇവിടെ കടന്നു വരുവാൻ ഇത്രത്തോളം ആളുകളെ ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവം സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ആ ആത്മീയ അനുഭവത്തിൽ ജീവിക്കുവാൻ വ്യക്തികളായും കുടുംബങ്ങളായിട്ടും ദൈവം നിങ്ങളെ ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും കേരളത്തിനകത്തുമൊക്കെ വലിയ ആത്മീയ പ്രചോദനം നൽകി നല്ല ആത്മാപ്രബുദ്ധരായിട്ട് ജീവിക്കുവാൻ അനേകരെ പ്രോത്സാഹിപ്പിച്ചതായിട്ടുള്ള